നമ്മുടെ നാട്ടിലെ കമ്മികൾക്ക് ഇത്ര ഭീകരമായ ഒരടി കിട്ടിയിട്ടില്ല. അടിച്ച് പരിപ്പളക്കി കളഞ്ഞു. നിർത്തി അങ്ങ് അപമാനിക്കുക എന്ന് പറഞ്ഞ പോലെ കമ്മിക്കൂട്ടത്തെ അപമാനിച്ചൊരു വഴിക്കാക്കിയിരിക്കുന്നു ചെറുപ്പക്കാരിയായ ടാനിയ മേരി ജോസ്. ടാനിയ മേരി ജോസ് കൊടുത്ത പ്രഹരം ഇനി കമ്മിക്കൂട്ടം അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. കാരണം ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കൊരു ധാരണയുണ്ട്. തങ്ങളാണ് ഈ നാട്ടിലെ സർവാധികാരികൾ. അവരുടെ അലക്കിത്തേച്ച ഉടുപ്പും മസിൽ പിടിച്ചുള്ള നടപ്പും ഒക്കെ കണ്ടാൽ അവരുടെ തീരുമാനങ്ങൾക്ക് അപ്പുറം നിൽക്കാൻ ഈ നാട്ടിലെ ഒരു സംവിധാനത്തിനും കഴിയില്ല എന്ന ഭാവമാണ്. ഭരണമുണ്ടെങ്കിലും ഭരണമില്ലെങ്കിൽ ഗുണ്ടായിസം, ഭരണമുണ്ടെങ്കിൽ ഗുണ്ടായിസം പ്ലസ് അധികാരത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കൽ, ഇതാണ് പരിപാടി. അതിനുവേണ്ടി അവരെന്തും ചെയ്യും. ഈ നാട്ടിലെ നിയമങ്ങൾ അവർക്ക് ഒരു ബാധകവുമല്ല. ഓർക്കുന്നില്ലേ 2024 വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനും കോടതിക്കും ഇടയ്ക്കുള്ള റോഡ് CPM പാളയം ഏരിയ സമ്മേളനത്തിന് വേണ്ടി ബ്ലോക്ക് ചെയ്തു. റോഡിൻ്റെ നടുക്ക് സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് അപ്പം ഗോവിന്ദൻ വന്ന് പ്രസംഗിച്ചിട്ട് പോയി. അതായത് വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്ന റോഡ് തടഞ്ഞു വെച്ച് സ്റ്റേജ് ഉണ്ടാക്കി അവിടെ നിന്ന് CPM സംസ്ഥാന സെക്രട്ടറി ജനാധിപത്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പുങ്കവൻ പ്രസംഗിച്ചിട്ട് പോയി. കേസായപ്പോൾ ഹൈക്കോടതി വന്ന് മാപ്പ് പറഞ്ഞ് തടിയൂരി. എന്നിട്ട് പറഞ്ഞു ഇത് ശരിയായില്ല എന്ന് സ്വയം സമ്മതിച്ചു. പക്ഷേ പിന്നെയും ചെയ്യുകയാണ്. CPM ഒരു പരിപാടി ഉണ്ടെങ്കിൽ ജനത്തിന് വഴിയിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല. അത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കിയ ആളാണ് ആലപ്പുഴ MLA PP ചിത്തരഞ്ജനും 2 CPM നേതാക്കൾ PM വാഹിദ, NK രാമചന്ദ്രൻ. ഇവർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു പാഠമാണ് ഇന്നലെ പഠിച്ചത്. പാഠം പഠിപ്പിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ ടാനിയ മേരി ജോസ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 5 മജിസ്ട്രേറ്റാണ്. അവരുടെ മുമ്പാകെയാണ് ഈ കേസ് എത്തിയത്. അതായത് റോഡ് തടഞ്ഞ് കഴിഞ്ഞ വർഷം ജനുവരി 17 കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ എന്ന് പറയുന്ന കമ്മി സംഘടന ഒരു റാലി നടത്തി. സെക്രട്ടേറിയറ്റിലേക്ക്, പാളയത്ത് നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ജാഥ. സഹകരണ ആശുപത്രിയിലെ ജീവനക്കാരുടെ ശമ്പളം കൂട്ടണം. ഭരിക്കുന്നത് CPM, സഹകരണ വകുപ്പ് CPM, യൂണിയൻ CPM. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കൂട്ടിയേ പോരെ? ജാഥ നടത്തേണ്ട വല്ല കാര്യമുണ്ടോ സെക്രട്ടേറിയറ്റിലേക്ക്? ഇതൊക്കെ ഓരോ പ്രഹസനം, ഓരോ നാടകങ്ങൾ നടത്തുകയാണ്. അതായത് ഞങ്ങൾ സമരം ചെയ്തു നേടിയെടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ജാഥ നടത്തുന്നു. ഒരൊറ്റ കമ്പിയും, ഈ സംഘടനയിലുള്ള ഒറ്റ കമ്പിയും ഈ ചിത്തരഞ്ജൻ പോലെയുള്ള തടി പോലെയുള്ള MLA സഖാവിനോട്, അല്ല സഖാവേ, നിങ്ങൾ ഈ ജാഥയൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടല്ലോ, ധർണയൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടല്ലോ, ഈ പണി മുടക്കി ഞങ്ങൾ വെയിൽ കൊണ്ട് ജാഥ നടത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ സർക്കാരിനോടങ്ങ് പറഞ്ഞാൽ പോരെ, കൂട്ട് എന്ന് പറഞ്ഞാൽ പോരെ, സഹകരണ ആശുപത്രിയിലെ ശമ്പളം കൂട്ടണമെന്ന് സർക്കാരിൻ്റെ ഡിറക്ഷൻ വന്നാൽ പോരെ എന്ന് ചോദിക്കാൻ ഒറ്റ കമ്മിക്കും ബോധമില്ല, ചോദിക്കില്ലല്ലോ. കമ്മി സഖാക്കന്മാർ, നേതാക്കന്മാർ പറഞ്ഞാൽ പിന്നെ കമ്മിക്കൂട്ടത്തിന് എതിർവായില്ല. ഏത് ക്യാപ്സൂളാണ്, നട്ടുച്ച പാതിരായാണെന്നുള്ള ക്യാപ്സൂൾ കൊടുത്താലും വെള്ളം തൊടാതെ വിഴുങ്ങുന്ന പരീക്ഷകളാണ് ഈ കമ്മിക്കൂട്ടം. അതുകൊണ്ട് ഇവർ ജാഥയൊക്കെ നടത്തി പോകുന്ന വഴിക്ക് നമ്മൾ വെറുതെ ഒരു ജാഥ നടത്തിയാൽ ശ്രദ്ധ പിടിച്ചു പറ്റുക. 50 പേരെ ഉള്ളെങ്കിലും റോഡിൻ്റെ നടുക്ക് നിരന്തങ്ങ് നിൽക്കണം, സകല വണ്ടിയും തടയണം, ഒരൊറ്റ മനുഷ്യൻ പോകരുത്, ആംബുലൻസ് പോലും പറ്റുമെങ്കിൽ വിടാൻ പാടില്ല. അങ്ങനെ ഈ 5-8 പേരുള്ള ഈ സംഘടന കുറേ ആളുകളെ DYFIക്കാരെ, SFIക്കാരെ, യൂണിവേഴ്സിറ്റി കോളേജൊക്കെ ഉണ്ടല്ലോ, അവിടുന്ന് വിളിച്ചിറക്കാം. എൻ്റെ പാളയം മാർക്കറ്റിലെ കുറേ COTക്കാരെയൊക്കെ വിളിച്ചിറക്കി ചിത്തരഞ്ജൻ സഖാവ് ഉദ്ഘാടിക്കാൻ വേണ്ടിയിട്ടൊരു ജാഥ അങ്ങനെ പാളയത്ത് നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പോയ വഴിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ വണ്ടി വിട്ടില്ല. ജനം അവിടെ കുരുങ്ങി. പോലീസ് സ്വാഭാവികമായും കേസെടുത്ത് ഇപ്പം ഏത് പാർട്ടി പരിപാടി വന്നാലും പോലീസ് കേസെടുക്കും, കോടതി പോകും. കോടതികളത് പൊട്ടെ, നമ്മുടെ നേതാക്കന്മാരല്ലേ, അവരെ വെറുപ്പിക്കണ്ട എന്ന് കരുതി വിടുകയാണ് പതിവ്. പക്ഷേ ടാനിയ മേരി ജോസ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരിയായ ജുഡീഷ്യൽ ഓഫീസർ അങ്ങനെ ഇത് വിട്ടുകളയാൻ തയ്യാറായില്ല. കാരണം ടാനിയ സമീപകാലത്ത് വാർത്തയിൽ ശ്രദ്ധ വന്നത് ED ആക്രമിച്ച CPMകാരുടെ കേസിലാണ്. ടാനിയയുടെ മുന്നിലാണ് ജാമ്യാപേക്ഷ വന്നത്. ടാനിയ ജാമ്യം നിഷേധിച്ചു എന്ന് മാത്രമല്ല, അതായത് ഇവന്മാരെ പുറത്തോട്ട് വിട്ടാൽ പൊതുസമാധാനം തകരും, കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കുറയും, അതുകൊണ്ട് ഇവന്മാരകത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞ ജഡ്ജിയാണ്, മജിസ്ട്രേറ്റാണ് ടാനിയ മേരി ജോസ്. അതായത് വേണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും മസിൽ പവറുള്ള, ഏറ്റവും അഹങ്കാരികളായ, ഏറ്റവും കൂടുതൽ ഗുണ്ടകളുള്ള, ഏറ്റവും കൂടുതൽ കൊലപാതകികളുള്ള പാർട്ടിയെ വെറുപ്പിക്കാതെ വേണമെങ്കിൽ ജാമ്യം കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാനായിട്ട് ജാമ്യം കൊടുക്കുന്നില്ല, കിടക്കട്ടെ ജയിലിൽ എന്ന് പറഞ്ഞ ടാനിയ. അതേ ടാനിയയുടെ മുന്നിൽ വന്നു ഈ കേസ്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് കേസ് വിളിച്ചപ്പോൾ ടാനിയ കേസ് പരിശോധിച്ചു. കാരണം നമ്മുടെ ഭരണഘടനയുടെ 19(1)D പ്രകാരം
ഈ രാജ്യത്ത് ആളുകൾക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് സുപ്രീം കോടതി ഖരക് സിംഗിൻ്റെ കേസ് മുതൽ ഒരുപാട് കേസുകളിൽ അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ സുപ്രീം കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് പി എസ് നരസിംഹയും AS ചന്ദൂർക്കറും ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് വളരെ നിർണായകമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് കൂടി ഞാൻ പ്രേക്ഷകരുടെ അറിവിലേക്ക് പകരാം. അതായത് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ എല്ലാ നഗരങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും ഫുട്പാത്തുകളുണ്ട്. ഫുട്പാത്ത് മനുഷ്യന് നടക്കാനുള്ളതാണ്. പക്ഷെ പലയിടത്തും കാണുന്നത് എന്താ, ഫുട്പാത്തിൽ കച്ചവടക്കാർ, ഫുട്പാത്തിൽ വാഹനങ്ങൾ, കാറൊക്കെ കയറ്റി ഫുട്പാത്തിൽ അങ്ങ് പാർക്ക് ചെയ്യും. ആളുകൾ എന്ത് ചെയ്യണം, വാഹനങ്ങൾ ചേറിപ്പാഞ്ഞു പോകുന്ന റോഡിലൂടെ ഇറങ്ങി നടക്കണം. പാർക്കിംഗ് മുഴുവൻ ഫുട്പാത്തിലാണ്. നിങ്ങൾ നോക്കൂ, എറണാകുളത്തോ തിരുവനന്തപുരത്തോ കൊല്ലത്തോ തൃശ്ശൂരോ കോഴിക്കോട്ടോ എവിടെയും നോക്കൂ, ഏത് ഫുട്പാത്തിലും കാണാം ബൈക്കുകൾ, കാറുകൾ എല്ലാം ഒതുക്കി പാർക്ക് ചെയ്യുന്നത് ഫുട്പാത്തിൽ കയറിയിട്ടാണ്. സുപ്രീം കോടതി പറഞ്ഞു, മനുഷ്യൻ്റെ, ഇന്ത്യക്കാരൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം 19(1)D പ്രകാരം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം വിലക്കാൻ പാടില്ല. ഫുട്പാത്തുകളിൽ ഇത്തരം പാർക്കിങ്ങുകൾ, കയ്യേറ്റം, കച്ചവടം ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിപ്പിച്ചിരിക്കണം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് കോടതി അലക്ഷ്യമാണെന്ന് സുപ്രീം കോടതിയുടെ നിർണായക വിധി കഴിഞ്ഞ ആഴ്ചയാണ് പ്രിയപ്പെട്ടവരെ വന്നത്. എന്നിട്ടും നമ്മുടെ നഗരങ്ങളിലെ സ്ഥിതി എന്താണ്? വല്ലതൊക്കെ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് മേയർ രാജേഷ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും ഇതാണ്. കാരണം വലിയ സംഘടിത വിഭാഗങ്ങളാണ് ഫുട്പാത്ത് കയ്യേറി കച്ചവടം നടത്തുന്നത്. പല പാർട്ടിക്കാരുടെയും ആളുകളാണ്. അതുകൊണ്ട് മിണ്ടില്ല. പിന്നെ വണ്ടി അങ്ങ് പാർക്ക് ചെയ്തിട്ട് പോകും. പോലീസ് ഒന്ന് പെറ്റി പോലും അടിക്കത്തില്ല. ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ആരും മുന്നോട്ടും വരുന്നില്ല. അപ്പോൾ ഇത്തരം വിധികളൊക്കെ മുന്നിലുള്ളത് വെച്ചിട്ട് ടാനിയ മേരി ജോസ് പറഞ്ഞു, നിങ്ങൾ കുറ്റം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പൗരന്മാർക്ക് നൽകിയിട്ടുള്ളത് ലംഘിക്കുന്ന പരിപാടിയാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ശിക്ഷിക്കുന്നു. കോടതി പിരിയുന്നത് വരെ ഇവിടെ നിൽക്കുക. അങ്ങ് നിർത്തി അങ്ങ് അപമാനിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് തീർന്നു. കോടതി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സാറേ വിശക്കുന്നുണ്ട്, വല്ലതും കഴിക്കണം. കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശപ്പ് ഒരു പ്രധാനപ്പെട്ട അസുഖമാണിപ്പം. വിയർപ്പിൻ്റെ അസുഖമുണ്ട്, വിശപ്പിൻ്റെ അസുഖമുണ്ട്. കാരണം പണിയെടുക്കത്തില്ല, തീറ്റ മാത്രം മെയിൻ പരിപാടിയായിട്ട്. അങ്ങനെയാണ് തിന്ന് സുഭിക്ഷമായി ജീവിക്കാവുന്ന അവസ്ഥയാണ്. പണ്ടത്തെ പോലെ അല്ല. പണ്ടത്തെ പോലെ കട്ടൻ ചായയും പരിപ്പ് വടയും കഴിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന സഖാക്കന്മാരുള്ള എല്ലാ സഖാക്കന്മാരുടെ ജീവിത രീതി കാണണം. എന്തൊരു ലക്ഷൂറിയസ് ആണ്. ഇന്നോവ ക്രിസ്റ്റയെ കുറഞ്ഞ കാറില്ല, ബ്രാൻഡഡ് ഷർട്ടുകൾ ഉപയോഗിക്കത്തുള്ളൂ, സഞ്ചരിക്കുന്നതൊക്കെ മുന്തിയ വാഹനങ്ങളിൽ, ഭക്ഷണം കഴിക്കുന്നതൊക്കെ മുന്തിയ ഹോട്ടലുകൾ, എല്ലാ ലോക്കൽ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് സെക്രട്ടറി വരെ ജീവിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ലെവലിലായതുകൊണ്ട് കോടതിയോട് പറഞ്ഞ് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, വല്ലതും കഴിക്കണം. വേണേ കഴിച്ചിട്ട് വന്നോ, കോടതി പിരിയും വരെ ഇവിടെ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞു. 1600 രൂപ പിഴയും കൊടുത്തു. അങ്ങനെ പിഴ അടച്ച് ചിത്തരഞ്ജനും വാഹിദയും NK രാമചന്ദ്രനും അങ്ങനെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 5-ാം നമ്പർ കോടതിയിൽ ചാപ്പാട് പഠിച്ചിട്ട് വന്ന് നിന്നു. പക്ഷെ ചിത്തരഞ്ജൻ ഇന്ന് രാവിലെ പറഞ്ഞതായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നുണ്ട്, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്, കോടതി സമ്മതിച്ചു, ഇരുന്നോളം പറഞ്ഞു, ഞങ്ങൾ കോടതിയിൽ ഇരുന്നു. കോടതി എങ്ങനെ, മജിസ്ട്രേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്, നിരീക്ഷിക്കാൻ വേണ്ടി CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും ആലപ്പുഴ MLA ആയ ചിത്തരഞ്ജൻ്റെയും വാഹിദയുടെയും രാമചന്ദ്രൻ്റെയും നേതൃത്വത്തിൽ ഒരു നിരീക്ഷണ കമ്മിറ്റി ഇരുന്നു എന്ന് പറയുന്ന പോലെ ഞങ്ങൾ കോടതിയിൽ ഇരുന്നു. മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവൊക്കെ ശരിയാണെന്ന് അറിയണ്ടേ, മജിസ്ട്രേറ്റ് ശരിയാകുമ്പോൾ ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ, അതിനു വേണ്ടിയിട്ട് ഇരുന്നു എന്ന ഭാവത്തിലാണ് മേനി പറയുന്നത്. നാണമില്ലേടോ? രാജ്യത്തെ നിയമം ലംഘിച്ച് രാജ്യത്തെ ഭരണഘടനയെക്കുറിച്ചാണല്ലോ ഓമാരെല്ലാം പിടിച്ച് ആണയിടുന്നത്. ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച് പാർട്ടി ഗുണ്ടായിസം നടത്തിയതിൻ്റെ പേരിൽ കോടതി നിങ്ങളെ ശിക്ഷിച്ചതാണ്. എന്നിട്ട് അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. കോടതി പിരിയും വരെ ഉള്ള തടവാണത്, ജയിലിലേക്ക് വിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പറയും ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് സുഖമായിട്ട് അവിടെ ഇരുന്നു എന്ന്. അതായത് വേണ്ടാത്തടത്ത് ആല് കിളുത്താൽ അത് തണലാണെന്ന് മാത്രമല്ല, അതിൽ വന്ന് കിളി കൂടുകൂട്ടി എന്ന് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ, അതാണ് ചിത്തരഞ്ജ ഇന്നലെ നിങ്ങൾ കാണിച്ചത്. ഇത് കേരളത്തിലെ കമ്മികൾക്ക് ഇത്തരം ഒരു പണി കിട്ടുന്നത് ഇതാദ്യമായിട്ടാണ്. സത്യത്തിൽ ഇത്തരം ഗുണ്ടായുസം കാണിക്കുന്നവന്മാരെ ഒരു ദിവസത്തേക്ക് ജയിലിലടയ്ക്കുകയാണ് വേണ്ടത്. ടാനിയ മേരി ജോസ് അതിൻ്റെ തുടക്കം കുറിച്ചു. ഏതായാലും കേരളം കൈയടിക്കുന്നു. ഇങ്ങനെയുള്ള ജുഡീഷ്യൽ ഓഫീസർമാരാണ് കേരളത്തിന് ആവശ്യം. ടാനിയ മേരി ജോസ് തുടങ്ങി വെച്ചത് കേരളത്തിലെ എല്ലാ ജുഡീഷ്യൽ ഓഫീസർമാർക്കും ഒരു മാതൃകയാവട്ടെ. പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട്, മസിൽ പവർ കൊണ്ട്, ആൾബലം കൊണ്ട് എന്തും കാണിക്കാം, ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് അനുഭവിക്കുക എന്ന് പറയുന്ന ആളുകളെ ഒരു പാഠം പഠിപ്പിക്കാൻ നിലവിലുള്ള നിയമങ്ങൾ, സുപ്രീം കോടതി വിധികൾ,
ഭരണഘടനാ വ്യവസ്ഥ ഒക്കെ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജുഡീഷ്യൽ ഓഫീസർമാർ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ അംഗീകരിക്കണം, അവരെ പ്രശംസിക്കണം, അവരെ ആദരിക്കണം, അവർക്ക് പിന്തുണ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ആ ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു പാർട്ടിക്കാരൻ്റെയും ബന്ധികളല്ല നമ്മൾ. നമുക്ക് ഈ രാജ്യത്തെ ഭരണഘടന അന്തസ്സായി ജീവിക്കാൻ, എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അത് നിഷേധിക്കാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മതസംഘടനയ്ക്കും ഒരാൾക്കും അധികാരമില്ല. അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾ നമ്മൾ തുടരണം. കോടതിയിൽ പോവേണ്ടി വന്നാൽ പോവണം. ടാനിയ മേരി ജോസിനെ പോലെയുള്ള ഉന്നത നീതിബോധമുള്ള ന്യായാധിപന്മാർ നമ്മുടെ നീതിപീഠത്തിലുണ്ട് എന്നത് ആശ്വാസകരമായ വാർത്തയാണ്. പ്രിയമുള്ളവരെ, ഇന്ത്യ ലൈവ് കാണുന്ന നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ ചെയ്യണേ.